സീപ്ലെയിന്റെ പേരിൽ കഴിഞ്ഞ 10 വർഷമായി നമ്മൾ നഷ്ടപ്പെടുത്തിയ അവസരം ഈ മേഖലയിൽ ഗവേഷണത്തിനും സാധ്യതാ പഠനങ്ങൾക്കുമുള്ളതായിരുന്നില്ലേ എന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. രവിശങ്കർ, ആ ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 2013 ഈ പദ്ധതി പെട്ടിയിലായതിനു ശേഷം ഈ പദ്ധതിയെക്കുറിച്ച് ആഴത്തിലുള്ള ഗവേഷണമോ അതിൻ്റെ സാധ്യതാ പഠനങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. അതാ ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്ത നിമിഷം വരെ ഈ മത്സ്യത്തൊഴിലാളികളുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു പുതിയ വിമർശനം വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു. കാട്ടാനകൾ കൂട്ടത്തോടെ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന ഈ ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ, ഡാമുകളുടെ ജലാശയങ്ങളിൽ ഈ പദ്ധതി കൊണ്ടുവന്നാൽ പ്രശ്നമാണ്. അപ്പോൾ എം മണി തിരിച്ചൊരു മറുപടിയുമായി വരുന്നു. എങ്കിൽ കാട്ടാനകൾക്ക് വെള്ളം കോരിക്കൊടുക്കട്ടെ എന്ന് പറയുന്ന ഒരു പ്രതികരണത്തിലേക്ക് വരുന്നു. ഇനി പരിസ്ഥിതി പ്രവർത്തകർ രംഗത്ത് വരും. മത്സ്യത്തൊഴിലാളികൾ ഇതിനെതിരെ കൊടിപിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 20-ാം തീയതി കോർഡിനേഷൻ കമ്മിറ്റി വരാൻ പോകുന്നു. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയുടെയും പഠനത്തിൻ്റെയും ഒക്കെ ഒരു സാധ്യത നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ രവിശങ്കർ? അങ്ങനെയാണെങ്കിൽ ഈ പദ്ധതി എന്നു നടപ്പിലാവുമെന്നുള്ളത് വലിയ ഒരു ആശങ്കയിൽ തന്നെ നിൽക്കുന്ന ചോദ്യമല്ലേ? ഡോക്ടർ അരുൺ, അത് അവിടെയാണ് ഞാൻ എൻ്റെ 1-2 കൺസേൺ ഞാൻ ഇതിൽ പറയാം കൃത്യമായിട്ട്. ഒന്നാമത് ഇത് സ്പൈസ് ജെറ്റ് ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കാണ് ഇപ്പോൾ ലൈസൻസ് ഉഡാൻ സ്കീം അനുസരിച്ച് ലൈസൻസ് കിട്ടിയിരിക്കുന്നത്. സ്പൈസ് ജെറ്റ് ഇന്നലെ കേരളത്തിൽ വന്നതിന് തൊട്ട് മുമ്പേ തലേ ദിവസം ആന്ധ്രാപ്രദേശിൽ ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് ചന്ദ്രബാബു നായിഡു നടത്തി. അടുത്തത് ലക്ഷദ്വീപിലേക്ക് പോയി, ഗുജറാത്തിലെ വരുന്നു. പല സംസ്ഥാനങ്ങളുമായിട്ട് സ്പൈസ് ജെറ്റ് ഇതിനെപ്പറ്റി ആൾറെഡി സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെ സ്പൈസ് ജെറ്റിൻ്റെ ഞങ്ങൾ ഒരു മീഡിയ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇന്നുമായിട്ട് ഞാൻ 1-2 കാര്യങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് സ്പൈസ് ജെറ്റിൻ്റെ ഒരു സീനിയർ കൊളീഗുടെ അവർ പറഞ്ഞ 2025 ഏപ്രിലിന് ശേഷം അടുത്ത ഫിനാൻഷ്യറിൽ മാത്രമേ അവർക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ചിന്തിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഏതൊക്കെ ഡെസ്റ്റിനേഷൻ വേണമെന്ന് കൃത്യമായിട്ടുള്ള പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ അവർക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം വാർത്തകളിലും വരിച്ചാണെങ്കിൽ സ്പൈസ് ജെറ്റ് കേരളത്തിനോട് ഒരു വർഷം 28 കോടി രൂപ 56 കോടി രൂപ ഏകദേശം 2 വർഷത്തേക്ക് ഇത് കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായിട്ട് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പക്ഷെ എൻ്റെ ഒരു സജഷൻ അങ്ങനെയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 2 മാസത്തിലിടയ്ക്ക് കേരളത്തിൽ 2 കമ്പനികൾക്ക് ഉഡാൻ സ്കീം പ്രകാരം ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള അൽഹിന്ദ് ഏവിയേഷനും കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള എയർ കേരളയ്ക്കും. അങ്ങനെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചുകൂടി കേരളത്തിൽ റീജിയണൽ കണക്ടിവിറ്റി താല്പര്യമുണ്ടായതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അവർക്ക് ഇപ്പോൾ പുതിയ മറ്റേ എയർബസും അല്ലെങ്കിൽ ചെറിയ ബൊമ്പാഡിയറൊക്കെ വാങ്ങുന്ന ചെറിയ ഫ്ലൈറ്റുകൾ വാങ്ങുന്ന സമയത്ത് കേരള ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സംരംഭകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സീപ്ലെയിൻ വാങ്ങാനും ഉള്ള ഫെസിലിറ്റിയും അവർക്ക് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ ചർച്ചകൾ മുന്നോട്ട് തുടങ്ങി വെക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. രണ്ടാമത്തെ ശബരി പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ ഗുജറാത്തിലും നരേന്ദ്രമോദി വലിയ കൊട്ടിഘോഷിച്ച് തുടങ്ങി പരാജയപ്പെട്ടു. അതാണ് നേരത്തെ പറഞ്ഞ ഈ VGPയുടെ വലിയൊരു പ്രശ്നം. നമുക്ക് കേരളത്തിലെ ടൂറിസം സീസൺ എന്ന് പറയുന്നത് ഒക്ടോബർ ടു മാർച്ച് ആണ്. ചിലപ്പോൾ നമുക്കൊരു ഡൊമസ്റ്റിക് സീസണും കൂടി കൂട്ടുകയാണെങ്കിൽ ഏപ്രിൽ മെയ് കൂടി കൂട്ടുകയാണെങ്കിൽ നമുക്ക് 2 മാസം കൂടി ഒരു 7-8 മാസം കിട്ടുമായിരിക്കാം. പക്ഷെ ബാക്കിയുള്ള 3 മാസം നമുക്ക് ടോട്ടലി ഡ്രൈ ആണ്. എസ്പെഷ്യലി നമുക്ക് ഈ സമയത്ത് ഈ ഫ്ലൈറ്റിന് ഇത്രയും അധികം ആ സമയത്തുള്ള വലിയൊരു കാലിയായ സീറ്റുകളെ പറ്റിയിട്ടാണ് അവരുടെ ഏറ്റവും വലിയ കൺസേൺ. മറ്റുള്ള വിമാനങ്ങളും അതില്ല. ഇതിന് പകല് മാത്രമേ ഈ സീപ്ലെയിനിന് പറക്കാൻ പറ്റുള്ളൂ, ആംഫിബിയന്. അപ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് നിന്നുകൊണ്ട് എന്നാൽ കേരളത്തിന്റെ മാതിരിയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ മാൽദീവ്സിൽ സീപ്ലെയിനിൽ പോകാനുള്ള വലിയ അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ടൂറിസം മാൽദീവ്സ് എന്നൊരു മാഗസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ മാൽദീവ്സിലെ ഫ്ലൈറ്റിലേക്ക് സീപ്ലെയിനിൽ പോകുമ്പോൾ നമ്മൾ പറയുന്നത് അതൊരു നീലക്കടലും നീലാകാശവും കണ്ടാണ് പോകുന്നത്. പക്ഷെ അതേ സമയത്ത് കേരളത്തിൽ സീപ്ലെയിൻ കിട്ടുന്ന വേറൊരു നമുക്ക് നീലാകാശവും നമ്മുടെ ഹരിതാപമായ പ്രകൃതി ഭംഗി നമ്മുടെ നീലക്കായലിനും ഇടയ്ക്ക് പച്ചപ്പുകൾ കണ്ടുകൂടി കേരളത്തിൽ പോകാം. രവിശങ്കർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്. രവിശങ്കർ, അതായത് ഇതിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണല്ലോ ഈ ഉഡാൻ റീജിയണൽ കണക്ടിവിറ്റി സ്കീം. അത് കേരള സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും മുടക്കാതെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെ ജലാശയങ്ങളുള്ള ഇടങ്ങളിൽ ആ പദ്ധതിയുടെ പരീക്ഷണ പറക്കൽ ഈ സ്പൈസ് ജെറ്റ് നടത്തുകയാണ്. അതിനുമപ്പുറം കേരള സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ലെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഉഡാൻ കേരളത്തിലും പരീക്ഷണ പറക്കൽ വന്നു, അത് അനുവദിച്ചു, അത്രമാത്രമല്ലേ നടന്നിട്ടുള്ളൂ.
അല്ല, അത് അനുവദിച്ചു. ഇപ്പൊ KICB ഞാൻ ഡോക്ടർ ബിജു പ്രഭാകർ എന്ന IAS ഓഫീസർ നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് പുള്ളി ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ശ്രമത്തിന്, ഇപ്പൊ ട്രാൻസ്പോർട്ട് ഏവിയേഷൻ സെക്രട്ടറിയാണ്, എടുക്കുന്നതിന് പ്രത്യേകം അഭിനന്ദനം പറയണം. കാരണം അതേ സമയത്തിന് എനിക്ക് പിന്നെ സജീഷും അടക്കമുള്ള നമ്മുടെ ടൂറിസം മന്ത്രിയോടൊക്കെ പറയാനുള്ളത്, ഇതിൽ കൃത്യമായിട്ട് ഏറ്റവും വലിയ റോള് നമ്മളെപ്പോഴും ഈ ശബരിനാഥിന് കൃത്യമായിട്ട് പറയാൻ പറ്റും, ഒരു മാനേജ്മെന്റ് എക്സ്പെർട്ട് എന്ന നിലയ്ക്ക് നമ്മളെല്ലാം ഓപ്പറേഷനെ പറ്റിയിട്ട് മാത്രം, ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ പറ്റി മാത്രമാണ് നമ്മൾ സംസാരിക്കുക. ഈ പ്രൊജക്ട് വയബിൾ ആയിട്ട് കൊണ്ടുപോകാൻ മാർക്കറ്റിംഗ് വളരെ വലിയൊരു ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എനിക്ക് വളരെ കൃത്യമായിട്ട് ഞാൻ കേരളത്തിന്റെ ഒരു ടൂറിസം മോഡലില് കാരവാൻ പദ്ധതിയെ പറ്റി വളരെ നിശിതമായിട്ട് വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കേരളത്തിന്റെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ലാഭകരമായിട്ട് കേരളത്തിന്റെ സാഹചര്യത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ്. ഈ രംഗത്തെ കൃത്യമായ സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് SK സജീഷ്. Debate with Dr. Arun Kumar.